എടാ, നീ ഇടക്കിടക്ക് വന്നങ്ങായിട്ട് ഈ കരഞ്ഞ എന്നോട് പറഞ്ഞോണ്ട് എന്തൊരു കാര്യം. സംഗതി ശരിയാണ്, അവനെൻ്റെ ജ്യേഷ്ഠ മോൻ തന്നെയാണ്. അത് പേര് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യൂടാ? നിനക്കറിയാല എൻ്റെ അവസ്ഥ. ഇനി ഒരു മാസമുള്ള എൻ്റെ മോളെ കല്യാണത്തിന് നീ എങ്ങനെയെങ്കിലും അവനോട് പറഞ്ഞ് ആ പൈസ നീ ഒന്ന് മേടിച്ചതാടാ. ഞാൻ പറഞ്ഞില്ലേ കാതിരെ, ഞാനെന്നല്ല, ഇനി പള്ളിക്കാട്ടിൽ കിടക്കണവൻ്റെ വാപ്പ വന്ന് പറഞ്ഞാലും അവൻ കേൾക്കില്ല. അങ്ങനത്തെ ഒരു കാട്ടുമാക്കാനാണ് അവൻ. അല്ല, നീ എന്തറിഞ്ഞിട്ടാണ് അവനക്ക് കാശ് കൊടുത്തത്? ഒന്നും പറയണ്ട അംസേ. ഞാൻ ഗൾഫിൽ നിന്ന് വന്നിരിക്കുന്ന സമയത്തേ അവൻ എൻ്റെ വീട്ടിൽ വന്നു. അവനക്ക് കുറച്ച് പൈസ വേണം. അവൻ ഏതോ ഭൂമിയുടെ രജിസ്ട്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു മാസത്തെ അഗതിയും പറഞ്ഞ് അവൻ എൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം റുപ്യ മേടിച്ചു. ഇപ്പോൾ കൊല്ലം 1 ഒരു അഡ്രസ്സും ഇല്ല. അല്ല, ഈ പൈസ കൊടുത്തതിന് വാക്കാലല്ലാതെ വല്ല രേഖ നിന്റെ കയ്യിലുണ്ട? എന്ത് രേഖ? ഒന്നുമില്ല. കാതിരെ, ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. വലിയ പ്രതീക്ഷ ഒന്നും എനിക്കില്ല കേട്ടാ. ആ കൊച്ചാപ്പിണ് മോനെ, മോനെ എവിടെയാണ്? ആ, ഇവിടെ അടുത്തുണ്ടാ? ഒരു കാര്യം പറയാനുണ്ട് മോനെ, പെട്ടെന്ന് പറഞ്ഞേക്കട്ടാ. ഇങ്ങോട്ട് വരുമോ ഒന്ന്? ആ, ഞാൻ വീട്ടിലുണ്ട് കേട്ടാ, പെട്ടെന്ന് പോവാം. ആ, ഓക്കെ ഓക്കെ, ഞാൻ പാട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, വാ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. അല്ലടാ, എന്താക്കണം നിങ്ങളുടെ കാര്യം? നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, ഉണ്ടാകുമ്പോൾ കൊടുക്കും. അതെന്ത് വർത്താനോട് ഈ പറയണത്? നീ അങ്ങോടെ മകളുടെ കല്യാണമല്ലേ, കാശിനൊക്കെ ആവശ്യമുള്ളതല്ലേ? അത് ശരിയായിരിക്കാം, പക്ഷെ എൻ്റെ കയ്യിൽ കാശ് വേണ്ട കൊടുക്കാൻ. ഉണ്ടാകുമ്പോൾ കൊടുക്കും. അത് നീ പറയരുത്. നിന്റെ ഈ കാശില്ല. ഇങ്ങോരെ പറ്റിച്ച മാതിരി പല വിധത്തിലുള്ള പഞ്ചനയും തട്ടിപ്പും നടത്തി, പല ഊടായ്പും നടത്തി നിന്റെ കയ്യിൽ കുറേ കാശുണ്ട്. അതൊക്കെ നിന്റെ ഇഷ്ടം, അതൊന്നും ഞാൻ ചോദിക്കണില്ല. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കാശ് അത് കൊടുക്കണം മോനെ. മനസ്സില്ല കൊടുക്കാൻ. അതെ, എൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ട്. നിങ്ങളെ സൗകര്യം മേടിക്കാൻ നോക്ക്. എടാ, എൻ്റെ കാശ് എങ്ങനെയെങ്കിലും നീ താടാ. എൻ്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം. ആ, ഇത് കൊള്ളാം. ഞാൻ നിന്നെ തൻ്റെ അവസ്ഥ മനസ്സിലാക്കണമെന്ന്. ഇഷ്ടമുള്ളപ്പോൾ തരും, അത് തന്നെ. നീ ആരും വിളിച്ചു സംസാരിക്കണത്? ഉത്തരം പറയാൻ നടക്കുന്നു. അതേ, ഞാൻ എൻ്റെ കയ്യിലുള്ള കാശുണ്ടല്ല, കത്തിച്ചു കളഞ്ഞാലും കൊച്ചാപ്പ ഇങ്ങനെ ഞാൻ 10 പൈസ ഞാൻ കൊടുക്കൂല. 2 ആൾക്കാർ വന്നേക്കണ് എൻ്റെ കയ്യിലെ കാശ് കടക്കെടുക്കാനായിട്ട്. ഒന്ന് പോന്ന്.
ഇത്രയേ ഉള്ളൂ കാതിരെ മനുഷ്യന്റെ അവസ്ഥ. എത്ര അഹങ്കരിച്ച് ഭൂമിയെ വെല്ലുവിളിച്ചുകൊണ്ട് ആകാശത്ത് പറന്നാലും സമ്മാനം മേടിക്കാനായി ഭൂമിയിൽ തന്നെ വരണം.